ശ്രീ ജോർജ് പൊടിപ്പാറ, അങ്ങ് പറഞ്ഞ് നിർത്തിയത് രാജ്ഭവൻ പോലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ചില മൂല്യങ്ങൾ പുലർത്തേണ്ടതുണ്ട് എന്നാണ്. ഇപ്പോൾ ആ വിവാദം അവിടെ നിൽക്കട്ടെ. നമുക്കൊന്ന് സുപ്രീം കോടതിയിലേക്കും പാർലമെന്റിലേക്കും ഒന്ന് പോയി വരാം. നമ്മുടെ സംസ്കൃതിയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ള വാക്കുകളാണ് നമ്മുടെ ഒരു മോട്ടോയായി അവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും. പാർലമെന്റിൽ എഴുതി വച്ചിരിക്കുന്നത് യഥോ ധർമ്മസ്തോ ജയ, സുപ്രീം കോടതിയിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. സത്യമേവ ജയതേ എന്ന് പാർലമെന്റിൽ ഭാരതത്തിന്റെ മോട്ടോയായി അത് പറഞ്ഞു വെക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഒരു നീതി ദേവതയുണ്ട്, കയ്യിൽ ഒരു പുസ്തകമുണ്ട്, ഒരു കയ്യിൽ ത്രാസുണ്ട്. നമ്മൾ ആ ചിത്രത്തിലേക്കൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയുടെ ഈ നീതി ദേവതയെക്കുറിച്ച് നമുക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ഭാരതാംബയുടെ അതേ ഏതാണ്ട് രൂപം ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ ദേവതാ സങ്കല്പം ഇത് ഹിന്ദു വർഗീയതയാണെന്നും ഇത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി നടക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് സുപ്രീം കോടതിയിലെ ഈ നീതി ദേവതയെയും നാളെ തമസ്കരിക്കേണ്ടി വരുമോ? അതും തള്ളിപ്പറയേണ്ടി വരുമോ? നീലിമ, ഒരു കാര്യം എന്താ പറയാ, സമർത്ഥിക്കാൻ വേണ്ടി വേറെ പലതും അതിനിടയ്ക്കൂടെ കൊണ്ടുവന്ന് തള്ളിക്കരുന്ന ഒരു കാര്യം, ഇത് ഇത്രയും സങ്കീർണമാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇന്ത്യയുടെ മനസ്സിലുള്ള ഭാരതാംബ എന്ന് പറയുന്നത് ഇങ്ങനെ കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഒരു ദേവതാ സങ്കല്പം, അമ്മ സങ്കല്പമാണ്, ദേവതാ സങ്കല്പം അല്ല. ഭാരതാംബ എന്ന് പറയുന്ന ഭാരത ദേവത എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, ഭാരതാംബ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭാരതാംബയ്ക്ക് ഇത്രയും ആർദ്രമായ മുഖവും അവര് ദേശീയ പതാക, ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നമായ നമ്മുടെ ദേശീയ പതാക, ആ ത്രിവർണ പതാക, അത് അശോക സ്തംഭമൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ആ ദേശീയ പതാക, ആ ദേശീയ പതാക ഉൾക്കൊള്ളുന്നത് അത് മാറ്റിയിട്ട് ഈ കാവിക്കൊടി പിടിപ്പിക്കണം എന്ന് എന്താ ഇത്ര നിർബന്ധം? നമ്മളിപ്പോ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പൊ എത്രയായി? 47 സ്വാതന്ത്ര്യത്തിന് ശേഷം 2025 ഇപ്പൊ നമ്മള്. ആ കാലഘട്ടം മുഴുവൻ നമ്മൾ ഈ ഭാരതാംബയെ ഈ രീതിയിൽ കാവി പുതപ്പിച്ചിട്ടൊന്നും അല്ല കൊണ്ടു നടന്നിരുന്നത്. നമ്മൾ ദേശീയ പതാകയെ വന്ദിച്ചുകൊണ്ട് ഭാരത മാതാവിന് കീജയ് വിളിച്ച്, ഞാനും ഭാരത മാതാവിന് കീജയ് വിളിച്ച് തന്നെ വളർന്നിട്ടുള്ളതാണ്. നമ്മുടെ കുഞ്ഞു മനസ്സിലേക്ക് ഈ അമ്മ സങ്കല്പം തരുന്നുണ്ട്. ആ ഭാരതാംബ സങ്കല്പ, ഭാരത മാതാവ് എന്ന് പറയുന്നത് വളരെ ആർദ്രമായ ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിൽ എവിടെയും ഹിന്ദു വരുന്നില്ല, ആ സങ്കല്പത്തിൽ എവിടെയും മുസ്ലിം വരുന്നില്ല, ആ സങ്കല്പത്തിൽ എവിടെയും പാഴ്സിയും സിഖും ക്രിസ്ത്യാനിയും വരുന്നില്ല. അത് ഇന്ത്യയുടെ അമ്മയാണ്, രാജ്യത്തിന്റെ അമ്മ. ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ ചിത്രത്തിൽ എവിടെയാണ് ഹിന്ദു കടന്നു വരുന്നത്? അതൊന്ന് വിശദമാക്കി തരാമോ? നിങ്ങൾ വിചാരിക്കുന്ന അത്രയും രാജ്ഭവനിൽ കാണുന്ന ആ ചിത്രത്തിൽ എവിടെയാണ് ഹിന്ദു പ്രതീകം കടന്നു വരുന്നത്? അതൊന്ന് പറയൂ. കാവിക്കൊടി ഈ പുതിയ കാലഘട്ടത്തിൽ നീലിമ എത്ര പറഞ്ഞാലും ശരി, ശ്രീ ഗോപാലകൃഷ്ണൻ എത്രയൊക്കെ വാദിച്ചാലും ശരി, കാവി ഒരു ബിംബമാണ്, ഒരു സങ്കല്പമാണ്. അതിനിപ്പോ ഒരൊറ്റ മുഖേ ഉള്ളൂ, അത് RSSന്റെയും അതുപോലെ തന്നെ ഹിന്ദുത്വത്തിന്റെയും മുഖമാണ്. അതിന്റെ ആ ഒരു എന്താ പറയാ, കൊടിക്കൂറയാണ്. അങ്ങനെയുള്ളൊരു കൊടിക്കൂറ ഭാരതാംബ എന്ന് പറയുന്ന മഹനീയ സങ്കല്പത്തിന്റെ കൈ പിടിച്ചിട്ട് അത് ആർഷ സംസ്കാരത്തിന്റെ പ്രതീകമാണ്, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പ്രതീകമാണ്, നീതി ദേവതാ സങ്കല്പത്തിന് തുല്യമാണ്, ഇന്ത്യ ഇന്ന് വരെ ആർജിച്ചെടുത്ത ആ എന്താ പറയാ മുഴുവൻ സംസ്കൃതിയുടെയും പ്രതിരൂപമാണ്, പ്രതീകമാണെന്നൊക്കെ സ്ഥാപിക്കപ്പെടില്ല. അത് ഒരു വിഭാഗത്തിന്റെ ഇന്ന് വളർന്നു വരുന്ന ആ വിഭാഗീയതയുടെയും അതുപോലെ തന്നെ ആ സുപ്രീം കോടതിയിൽ കാണുന്ന നീതി ദേവതയുടെ ചിത്രമാണ് അത്. അതും ഭാരത സങ്കല്പത്തിൽ അധിഷ്ഠിതമായി തന്നെയാണ് ആ നീതി ദേവത അവിടെ നിലകൊള്ളുന്നത്. ഇത് നീതി ദേവത എന്ന് പറഞ്ഞതുകൊണ്ട് ആ രാജ്ഭവനിലിരിക്കുന്ന ഭാരതാംബയുടെ ചിത്രവുമായി ഇതിന് സാമ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും അങ്ങനെയാണെങ്കിൽ അതിനെയും എതിർക്കണ്ടേ? ഇങ്ങനെ ഭരണഘടനാ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറ, അതിലൊരു വിഷയമുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇത്തരത്തിൽ 1936 വാരണാസിയിൽ ഭാരത് മാതാ ക്ഷേത്രം തുറക്കുകയാണ്. അവിടെ ഉദ്ഘാടനത്തിന് വരുന്നത് മഹാത്മാഗാന്ധിയുണ്ട്, അതുപോലെ ജവഹർലാൽ നെഹ്റു ഉണ്ട്. ഇതൊക്കെ ഒരു അഖണ്ഡ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് അന്നൊരു കാഴ്ചപ്പാട് ഇക്കാര്യത്തിൽ ഉണ്ടായത്. പക്ഷേ ഈ കാലം ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ അത് മറ്റു പലതിനും വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് വലിയ പ്രശ്നം. അതായത് നമുക്കറിയാം, ഈ ദേശീയതയെയും ദേശീയ സങ്കല്പങ്ങളെയും ഇവിടെ അവഹേളിക്കപ്പെടുന്നത് ഒന്നുകിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാഹളം മുഴങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയ വലിയ
വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്, ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്ന വിവാദങ്ങൾ എന്ന് തന്നെയല്ലേ ഇതിനെ പറയേണ്ടത്?